ഹായ്, ഇത് വയനാട് മേപ്പാടിയിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ വലിയ മഴയൊന്നും കാണാത്തതുകൊണ്ട് ഇന്ന് കുറച്ച് ലെങ്ത്ത് പിടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയായിരുന്നു. ഇവിടുത്തെ പ്രകൃതിക്കൊരു പ്രത്യേക ഭംഗി കേട്ടോ. നിറച്ചും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുമ്പം കാണാറില്ലേ, ആ ഒരു ഫീലാണ്. ഊട്ടിയിലേക്ക് ഈ വഴിയും പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ റൈഡ് തുടർന്നു. ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് നിർത്താനും തോന്നില്ല. അപ്പോൾ നമ്മൾ അത്രയും നേരം ഓടിച്ചപ്പോഴുള്ള ആ ഒരു ചൂടൊക്കെ പോയി, നല്ല തണുത്ത കാലാവസ്ഥയായി. അങ്ങനെ മേപ്പാടി ടൗണൊക്കെ കഴിഞ്ഞ് പിന്നെ മഴ നല്ല സ്ട്രോങ് ആയി. പിന്നെ നമ്മൾ കടത്തന്നേൽ കയറി കുറച്ച് നേരം മഴ കുറയാൻ നോക്കാൻ വേണ്ടി നിന്ന്. റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 40 കിലോമീറ്ററോളമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാലാണ് നമ്മൾ പോയിന്റിലെത്തുക. മഴ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ചെറുതായിട്ടൊന്ന് സ്ട്രോങ് പറഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും മഞ്ഞപ്പാറ എത്തിയ അവിടെ എത്തിയപ്പോൾ വീണ്ടും മഴ സ്ട്രോങ് ആയി. കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. ഇത് അമ്പൂത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അമ്പൂത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ എടക്കൽ കേവ് ഇല്ലേ, അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. നല്ല കോടുള്ളതുകൊണ്ട് മലയൊന്നും കാണുന്നില്ല. ഇതാണ് കേട്ടോ റൈഡിൻ്റെ ടോട്ടൽ റൂട്ട് മാപ്പ്. ഞാനൊരു 6 മണിക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 45-50 മിനിറ്റ് കൊണ്ട് കൽപ്പറ്റെത്തി. കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി റൂട്ടിന് പോയി. മേപ്പാടിയിൽ നിന്ന് വടുവഞ്ചാൽ നിന്ന് അമ്പലവേൽ നിന്ന് അങ്ങനെ മലവേൽ, അമ്പൂത്തി, ബത്തേരി റൂട്ട്. അങ്ങനെ 65 കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ.